അങ്ങനെ നല്ല കിഡിയിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പ്രോഗ്രാമിന് പോകാൻ കേട്ടോ. ഷാർപ്പ് 9 o'clock പ്രോഗ്രാം തുടങ്ങുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ എന്താ ഇപ്പം സമയം 9 മണി ആയിട്ടുണ്ട്. ഇനിയും നമുക്കൊരു ഹാഫ് ആൻ അവർ ട്രാവൽ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ആനുവൽ ഡേ. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, എന്ന് ചെന്നാലും അവിടെ പ്രാക്ടീസും ഡാൻസൊക്കെയാണ്. സത്യം പറഞ്ഞാൽ സ്കിറ്റും ഒക്കെ ആയിട്ട് കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവർ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി. എന്താണെങ്കിലും നമ്മൾ 9:30 ആയപ്പോഴത്തേക്കും സ്ഥലത്തെത്തി കേട്ടോ. എന്താണെങ്കിലും വെൽക്കം സ്പീച്ച് ഒന്നും കാണാതെ നമ്മൾ എസ്കേപ്പ് അടിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താ ചെറുതായിട്ട് പ്രോഗ്രാം ഒന്നും തുടങ്ങി. ഒരുപാട് ലേറ്റ് ആയെന്ന് പറഞ്ഞ് ഓടി വന്ന് കയറിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. എല്ലാ പേരൻസും എന്നെ പോലെ തന്നെ ഭയങ്കര പങ്ക്ച്വലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം എല്ലാവരും എത്തുന്നതേ ഉള്ളൂ. നമ്മുടെ ഫ്ലാഗ് കണ്ടാൽ പിന്നെ നമുക്ക് ആകെ മൊത്തം രോമാഞ്ചമല്ലേ. അങ്ങനെ പിന്നെ അത് ഓരോരോ പ്രോഗ്രാമായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പേരൻസിന് വേണ്ടി ചെറിയൊരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് കേട്ടോ. ആൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. എന്താണെങ്കിലും ചില സമയങ്ങളിൽ ഞാൻ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണെന്ന് ആൾ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഞാൻ ഒട്ടും വിട്ടുകൊടുക്കാറില്ല കേട്ടോ. അവർ വിളിക്കേണ്ട താമസം ഓടി സ്റ്റേജിൽ കയറും. എന്താണെങ്കിലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുമാത്രമല്ല, ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ വണ്ണം വെച്ചിരുന്ന സമയത്ത് ഡാൻസിനുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ സുംബയ്ക്ക് പോയി ചേർന്ന് അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ട ആളാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ സ്കൂളിൻ്റെ MD ബൃന്ദ. എന്താണെങ്കിലും ആ ഒരു പരിചയം കൂടെ ഉണ്ട്. അതിനുശേഷം എന്താ കേതിൻ്റെ പ്രോഗ്രാം എൻ്റെ ദൈവമേ, നമ്മുടെ ബാംഗ്ലൂർ സ്റ്റേജിൽ കേരള ടേറിൽ കേരള സോങ്ങിലൊക്കെ നമ്മുടെ കേതനെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു കേട്ടോ. അത്രയും സന്തോഷമാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, ഇവർ ഈ ഒരു കാന്താര പെർഫോമൻസും കൂടി ചെയ്തിരുന്നു. അതൊരു രക്ഷയില്ല. കുട്ടികളുടെ ഡെഡിക്കേഷൻ ആണെങ്കിലും അവരെടുത്ത എഫേർട്ടും അത് പറയാതിരിക്കാൻ വയ്യാത്തതായിരുന്നു കേട്ടോ. അത്രയും നന്നായിട്ട് ചെയ്തിരുന്നു. എന്താണെങ്കിലും ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും സ്റ്റാൻഡിങ് ഒവേഷനൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അത്രയും നല്ലൊരു പെർഫോമൻസ്. നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കണ്ടിട്ട് അമ്മത ഒളിഞ്ഞിരിക്കാൻ കേട്ടോ. ഇനി എങ്ങാനും എന്നെ കണ്ട് പെർഫോം ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചു ഇതണക്കുള്ള ഒരുപാട് കോമഡികൾ ഇവിടെ കാണാൻ കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ അവസാനത്തെ പെർഫോമൻസും കഴിഞ്ഞ് നമ്മളിതാ ഫുഡും കഴിച്ച് നേരെ വീട്ടിലോട്ട്.